കറി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ വെച്ചിട്ട് പച്ചക്കറികൾ. എന്നും സാമ്പാറല്ലേ, അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചെറുപയർ വെച്ചിട്ട് ഒരു കഷ്ണം മത്തങ്ങ, ഒരു പടവലങ്ങ, ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു കഷ്ണം ക്യാരറ്റ്, ഇത്രയും ഒരു കഷ്ണം ചേന, എന്നിട്ട് ചെറുപയറും കൂടെ വേവിച്ച് എല്ലാം കൂടി ഒരു കറി, ചെറുപയർ കൂട്ടുകറി എന്ന് പറയും. ഞാനൊരു വ്യത്യസ്തമായ ഒരു ചെറുപയറും കഷ്ണങ്ങളും കൂട്ടിയുള്ള ഒരു കറി ഉണ്ടാക്കാൻ, ഒരു ഒഴിച്ച് കറിയാണ് അതുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ കഷ്ണം, തക്കാളി, ക്യാരറ്റ്, വെള്ളരിക്ക, എല്ലാം ഒരുമാതിരി കഷ്ണങ്ങളെല്ലാം ഇട്ട് ഉപ്പും ഇട്ട് മഞ്ഞളും ഇട്ട് 1 സ്പൂണ് മഞ്ഞളും കൂടി ഇട്ട് എല്ലാം കൂടി 1 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളത്തിൽ നല്ല പോലെ വേവിച്ചെടുക്കണേ. 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളും ജീരകം, 1 നുള്ളി ജീരകം കൂടി നല്ല പോലെ അരച്ചെടുക്കണം. നല്ല പോലെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഒരു 5-6 വിസിലടുപ്പിച്ചത് ചെറുപയറും എല്ലാം നല്ല പോലെ വെന്ത്, അതിനകത്തോട്ട് തേങ്ങ, ജീരകം, മുളകും ഇതുമെല്ലാം അരച്ചങ്ങ് ചേർക്കുക. നല്ല എന്നും സാമ്പാർ കൂട്ടുമ്പോൾ ഒരു ഡിഫറൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഒഴിച്ച് കറി. ചോറിനും ഞാനിന്ന് ഇഡ്ഡലിയാക്കി, ഇഡ്ഡലിക്ക് കഴിക്കാനും എല്ലാം നല്ലതാണ് ഒഴിച്ച് കറി. നല്ലപോലെ ഇച്ചിരി കൂടെ വെള്ളം വേണം. ഉപ്പ് നോക്കിയിട്ട് ഇടാവേ, അവനവൻ്റെ ഇഷ്ടത്തിന്. എല്ലാം കൂടെ നല്ല ഞാൻ ഈ ഒരു പാകം, ഓരോരുത്തർക്ക് ചാറിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവേ. ഞാൻ കടുക് വറക്കാൻ വേണ്ടി പോകുവാണ്. അതിലോട്ട് കുറച്ച് ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ, 1/2 സ്പൂണ് കടുക് എന്നിവ ചേർത്ത് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയും വറ്റൽ മുളകും ചേർക്കും. കടുക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു.